ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്റെ കൃഷ്ണ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ ആവത്ത് വരുത്തല്ലേ കണ്ണ. ഒരു ആക്സിഡന്റ് ഇല്ലില്ല, ഞാൻ സ്പോട്ടിലുണ്ട്. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ എത്തും. ഓക്കെ. എന്തായി സാർ? ഗൗതം, പ്രണവിന്റെ ബൈക്ക്. അയ്യോ, അയ്യോ പ്രണവേ, 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 എടാ എടാ പ്രണവേ, പ്രണവേ, പ്രണവേ കണ്ണു തുറക്ക്. എടാ എടാ പ്രണവേ, പ്രണവേ, മോനെ, എടാ മോനെ. ദേ ഈ വെള്ളം ഒന്ന് കുടഞ്ഞു നോക്കി. അയ്യോ, എടാ പ്രണവേ, പ്രണവേ, എടാ പ്രണവ്, പ്രണവ്. ഇത്രയും നേരമായിട്ട് ആരും ഒന്ന് ആശുപത്രി കൊണ്ടുപോയില്ലല്ലോ. ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഒന്നുമില്ല ഗൗതം. അടിച്ച് ഫിറ്റായി കിടക്കുക. അതുകൊണ്ടാ കണ്ണു തുറക്കാൻ പറ്റാത്തത്. പ്രണവേ, എടാ പ്രണവേ, എഴുന്നേറ്റ് അങ്ങോട്ട്. ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്ക്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ആശുപത്രി കാണിച്ച് ആ മുറിവൊന്ന് ഡ്രസ് ചെയ്യിപ്പിക്ക്. വാ, ഞാൻ കൂടെ പിടിക്കാം. പിടിക്ക്. എന്താ വലിയൊരാൾക്കൂട്ടം. ശിവാനി ചത്ത. ശിവാനി ചത്തെങ്കിലും എന്റെ കൊച്ചങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അത് മതി. മിണ്ടാതെ വരാനല്ലേ പറഞ്ഞേ. വാ വാ, കൊണ്ടു മാറ് മാറ്. വാ. ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്, അവിടെ ഒന്ന് കാണിച്ചേക്ക്. കേസിന് വഴക്കിനൊന്നും പോവാൻ നിൽക്കണ്ട. ബൈക്ക് ഞാനൊരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ട് എടുപ്പിച്ചോളാം. താങ്ക് യു സാർ. സാറിന് ബുദ്ധിമുട്ടായല്ലേ? എന്താ ഗൗതം, പ്രണവ് എന്താ പറ്റിയത്? അത് ചെറിയ ചില ഫാമിലി ഇഷ്യൂസ്, അതിന്റെ ഒരു ഡിപ്രഷനാണ് സാർ. ഇതൊക്കെ ബോറാണ് ഗൗതം. ഈശ്വരമംഗലത്തിന് എന്ന നാണക്കേടാ. ബോധം വരുമ്പോ ആളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ശരി, എന്നാ ചെല്ല്. താങ്ക് യു സാർ. ഭഗവാനെ, എന്തായി? അവനെ കണ്ടോ മക്കളെ? കണ്ടു. ആള് കാറിലുണ്ട്. അയ്യോ, എന്താ ഇത്? മോനെ, പേടിക്കണ്ട. എന്ത് പറ്റി? പ്രണവേ, മോനെ, മോനെ, പ്രണവേ, എടാ മോനെ, എഴുന്നേക്കടാ. ചെറിയൊരു ആക്സിഡന്റ് പറ്റിയോ? അയ്യോ, ആക്സിഡന്റോ? മോനെ, കണ്ടുപിടിച്ച് ബോധമില്ലാതെ ബൈക്ക് കൊണ്ടുപോയി ഒരു ഡിവൈഡറിൽ ഇടിച്ചു കയറി. അയ്യോ, ഞാൻ എന്തേ കേക്കുന്നത്? ഞാൻ കണ്ട സ്വപ്നം അതുപോലെ അങ്ങ് പാലിക്കുകയാണല്ലോ ഭഗവാനെ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യുമായിരുന്നു? മോനെ, എടാ എണീക്ക്, എണീക്ക് മോനെ. ഒന്നുമില്ല, ഒന്നുമില്ല. അയ്യോ, എന്തുവാണ് ഇത്? നിനക്ക് എന്തെങ്കിലും പറ്റി എനിക്ക് സഹിക്കാൻ പറ്റുമോ? ചാവണം. അയ്യോ, എന്നെ പോലുള്ളവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ചാവുന്നതാണല്ലേ. എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? എനിക്ക് വയ്യ ഇതൊന്നും കണ്ടു നിൽക്ക്. അമ്മ ഒന്ന് സമാധാനപ്പെട്. ഗൗതം, നമുക്ക് അകത്ത് കൊണ്ടേ കിടത്താം. നടക്കട അങ്ങോട്ട്. ഒരു രാക്ഷസിയെ കണ്ടുപിടിച്ച് താലി കെട്ടി കൊണ്ടുവന്നതല്ലേ ഞാൻ. ഒന്നെങ്കിൽ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ അവളെ കൊല്ലണം.
അതാ നല്ലത്. നീ നടക്ക. കൊല്ലാം. വാ, വീഴാതെ വാ. അമ്മേ ഒന്നിങ്ങോട്ട്. എന്റെ മോന്റെ ജീവിതം നശിച്ചു പോയില്ല. അവനിങ്ങനെ നശിക്കാൻ വിടാൻ പറ്റില്ല. എന്തെങ്കിലും എത്രയും വേഗം ചെയ്തേ പറ്റൂ. നമുക്ക് ആലോചിക്കാം. അമ്മ വാ. അയ്യോ, വാ. ഏയ്, എന്നെ ഇത് എങ്ങോട്ടേ കൊണ്ടുപോകുന്ന? എനിക്ക് പോണം, പോയേ പറ്റൂ. നീ ഇവിടെ ഇരി, കിടന്നേ അങ്ങോട്ട്. അങ്ങനെ കിടന്നാ പറ്റത്തില്ല. എനിക്കിന്ന് തീർക്കണോ അവളെ? പറയുന്നതൊന്ന് കേൾക്ക് പ്രണവേ. നീ കിടന്നൊന്ന് ഉറങ്ങ്. ഏട്ടത്തി പറയുന്ന പോലെ അല്ല ഏട്ടത്തി കാര്യങ്ങള്. എന്നെ പറ്റിച്ചിട്ട് അവളങ്ങനെ ജീവിക്കാന്ന് കരുതിയോ? ഈ പ്രണവ് ആരാണെന്ന് അവള് കരുതിയേ? വീടില്ല ഞാൻ. ഇന്ന് രാത്രി തന്നെ ഞാൻ അവളെ തീർക്കും. മണ്ണാൻ കട്ട കള്ളും കുടിച്ച് ബോധമില്ലാതെ ഏതോ പോസ്റ്റിൽ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് കയറ്റിയിട്ട് ഭ്രാന്ത് പറയുന്ന കേട്ടില്ലേ? കറക്റ്റാ, കറക്റ്റാ ഏട്ടൻ പറഞ്ഞു. ഭ്രാന്താനിക്ക്, നട്ട ഭ്രാന്താനിക്ക്. അല്ലെങ്കിൽ അവളെ പോലെ ഒരുത്തിയെ കയറിയ പ്രേമിക്കുവോ? അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ആയി ഏട്ടത്തി, മനസ്സിലായി. പക്ഷെ ഞാൻ കയറി പ്രേമിച്ചൊന്നും അല്ലതാ. എന്നെ വീഴ്ത്തിയതാ അവള്. അപ്പൊ ഞാൻ അവളെ ശിക്ഷിക്കണ്ടേ? കൊല്ലണ്ടേ ഏട്ടത്തി ഞാൻ അവളെ? നമ്മളെ വേദനിപ്പിച്ചവരോടെല്ലാം പ്രതികാരം ചെയ്യുന്നതിലല്ല മിടുക്ക്. അവരുടെ മുൻപിൽ ജീവിച്ച് കാണിക്കുന്നതാ, ജയിച്ചു കാണിക്കുന്നതാ. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. ഇപ്പൊ നീ ഇങ്ങനെ കള്ളും കുടിച്ച് ബോധമില്ലാതെ നടക്കുന്നതാ ഏറ്റവും വലിയ ചതി. ശിവാനി നിന്നോട് ചെയ്തതിനേക്കാൾ വലിയ ചതിയാണ് പ്രണവേ നീ ഇപ്പൊ നിന്നോട് തന്നെ ചെയ്യുന്നത്. ശിവാനി എന്നോട് കാണിച്ചു തോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഏട്ടത്തി. എന്നെ വെറും കോമാളിയാക്കിയില്ലേ അവള്? പറ്റിച്ചില്ലേ? ഇനി അതൊന്നും പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. അവള് പോയി തുറഞ്ഞെന്ന് കരുതി സന്തോഷിക്ക്, ജീവിക്കാൻ നോക്ക്. ജീവിക്കാനാ ബെസ്റ്റ്. ഇനി എന്തോന്ന് ജീവിതം ഏട്ടാ? എല്ലാം കോഞ്ഞാട്ടയായില്ലേ? അതൊക്കെ നിന്റെ തോന്നല് മാത്രമാണ്. ദേ നോക്ക് പ്രണവേ, ഈ സമയത്തും നിന്റെ ഏട്ടൻ ഉറക്കം ഒഴിഞ്ഞ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. നീ നോക്കേണ്ട ജോലിയായിരുന്നു. എടാ, ആ ഓണം ബോണസിന്റെ കാര്യം എന്തെങ്കിലും നീ ചെയ്തു കൊടുത്തായിരുന്നോ? ആ അതിനു മുന്നേ ഓണം ഇങ്ങെത്തിയ ഞാൻ അറിഞ്ഞില്ല. അത് കൊള്ളാം, പൊളിച്ച്. നോക്ക് പ്രണവേ, ഇത് നിനക്ക് അവസാന വാണിംഗാ. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഇനിയും ഇങ്ങനെ കള്ളും കുത്തിക്കയറ്റി ബോധമില്ലാതെ നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ ഒരു ഏട്ടനും നിനക്കില്ല, ഏട്ടത്തിയും ഇല്ല. ഏട്ടാ, ഏട്ടനോട് ക്ഷമിക്കണം ഏട്ടാ. എനിക്ക് മാപ്പ് തരണം. ഏയ് ദാ, പോടാ. നിധി, ഇവനെ പിടിച്ച് പെട്ടിക്കെടുത്ത് ഉറക്കേ. പ്രണവേ വാ, ദേ. ഏട്ടത്തി എന്റെ അടുത്ത് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. ഞാനൊരു പൊട്ടനാ, വിഡ്ഢിയ, ഒരു വായിക്ക് കൊള്ളാത്തവരാ. എനിക്കെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കണമെന്ന് പോലും അറിയത്തില്ല. നാണക്കേടാവുക. ശിവാനി ഇങ്ങനെ ചെയ്തു കളയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനിങ്ങനെ ആയിപ്പോയി ഏട്ടത്തി. ഏട്ടത്തി എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എടാ മാപ്പ് തരണം. പ്രണവേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കും മോനെ. ദേ, നീ ഇങ്ങോട്ടൊന്ന് കിടന്നേ. ഏട്ടത്തി പറഞ്ഞ ഞാൻ കേൾക്കും. എന്റെ ദൈവം ഏട്ടത്തി. ഏട്ടത്തി എന്നെ രക്ഷിച്ചേ. വാ, നീ ഇവിടെ കിടക്ക. കിടക്കാം.